അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം നാസ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറായ മിസ്റ്റർ അരുൺ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നാസ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കമ്പനിയുടെ സർവീസസ്? എന്താണ് നാസ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻഷ്യൽ ഹോംസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻലി ഇപ്പം അറ്റ് പ്രസൻറ്റ് ഓൺഗോയിങ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഹോംസ് പ്ലസ് നമ്മൾ പ്ലോട്ട് പർച്ചേസിങ്, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലോട്ട് പർച്ചേസിങ്, ക്ലയൻസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിലും നെഗോഷ്യബിൾ റേറ്റിലും നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കാനുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ 15 lakhs മുതൽ 1.5 CR വരെയുള്ള പ്രൊജക്ട്സ് അറ്റ് പ്രസൻറ്റ് നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 15 lakhs എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഹോംസും 1.5 CR വരെയുള്ള ചെയ്യുന്ന പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അൾട്രാ പ്രീമിയം ആ ലെവലിലുള്ള പ്രൊജക്ട്സ് ആണ്. അതിൽ ക്ലയൻസിന് ഒക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇതിൽ ഏത് പാക്കേജസ് വേണമെങ്കിലും ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാക്കേജസ് ബേസിലാണ്. അതിൽ ഏതൊരു ആളുടെയും ആഗ്രഹമാണ് കൺസ്ട്രക്ഷൻ പ്ലസ് ഇൻറ്റീരിയർ എന്നുള്ളത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മുടെ ഒരു USB ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോംസിനും നമ്മളൊക്കെ ഇൻറ്റീരിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അൾട്രാ പ്രീമിയം ഒബ്വിയസ്ലി നമ്മൾ ഉള്ളതുപോലെ തന്നെ അതും കൺസിഡർ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ, കാരണം ഒരുപാട് ബിൽഡേഴ്സ് ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. സോ അതിൽ നിന്നെല്ലാം നാസ വേറിട്ട് ചിന്തിക്കുന്നത് എന്താണ്? അതാണ് നെക്സ്റ്റ് വരുന്ന പ്രൊജക്ട്സ് എന്താണ്? ഞങ്ങൾ നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കുന്ന ഒരു പ്രൊജക്ട് കൺസേൺ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രീകാസ്റ്റ് ബിൽഡിംഗ് ആണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ആരും ചെയ്തതായിട്ട് അറിവിലൊക്കെ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ഇതാണ്. പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്സ് കൊണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഫുൾ സ്ട്രക്ചർ ചെയ്ത് നമ്മളിപ്പം അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 850 മുതൽ 900 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ, വില്ല പ്രൊജക്ട്സ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള വിത്തിൻ 2-3 months കൊണ്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മുടെ NRI ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഏറ്റവും ഫീസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കോൺസെപ്റ്റാണ് നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഏതൊരു ടെറൈനിലും നമ്മുടെ സോയിൽ സോയിൽ ഇടിച്ചിലുള്ള പ്ലേസുകളിലും അല്ലെങ്കിൽ നമ്മുടെ മാർഷി ലാൻഡ്സിൽ വെള്ളക്കെട്ടുള്ള ഏരിയകളിലും എല്ലാം നമുക്ക് ഏറ്റവും ഫീസിബിളായിട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരു വലിയൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇത്. പ്ലസ് നമ്മുടെ റെസിഡൻഷ്യൽ ഹോംസ്, അപ്പാർട്ട്മെൻറ്റ്സ്, നമ്മുടെ ഫ്ലാറ്റ്സ്, ഇതെല്ലാം ഏറ്റവും ഫീസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ടെക്നിക്കൽ ടീം തന്നെ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ്. ആ ഒരു നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു ടീം നമുക്കുണ്ട്. ആ ടീം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പൊതുവെ മലയാളീസ് എല്ലാവരും ഈ ഒരു പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ കണ്ടിരിക്കുന്നത് നമ്മുടെ കോവിഡ് ടൈമിൽ ചൈനയിലൊക്കെ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാൻ ആ ഒരു ടൈമിലാണ് നമ്മളെല്ലാം ഇതൊരു ഫെമിലിയർ ആയിട്ട് വരുന്നത്. സോ അത് കേരളത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാസ എന്ന് പറയുമ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണ് ഇതിനായിട്ട് നെക്സ്റ്റ് നാസ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് അതിൻ്റെ ഒരു മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺഗോയിങ് പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ 850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നമ്മൾ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലയൻസിന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒബ്വിയസ്ലി അത് വിസിറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു സെക്ഷൻ. രണ്ടാമത് ഒബ്വിയസ്ലി നമ്മൾ ഹോസ്പിറ്റാലിറ്റി, റിസോർട്ട്സ്, ഇങ്ങനെയുള്ള വലിയ വലിയ ബിഗ് പ്രൊജക്ട്സാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊജക്ട്സിലേക്ക് വേണ്ടിയിട്ട് NRI ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ തരത്തിലുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. അതായത് ഒന്ന് ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനായിട്ട് ഫ്രാഞ്ചൈസി മോഡൽസ് ലൈക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഫണ്ടിങ്, ഇങ്ങനെയുള്ള ഫണ്ടിങ് ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ക്ലയൻസിനെയും നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നമുക്ക് വലിയൊരു വിജയമായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തന്നെ നമുക്ക് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് കോസ്റ്റിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ മാത്രമാണോ ഉള്ളത്, അതോ അല്ലാതെ മറ്റു കൺസ്ട്രക്ഷൻസും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ അല്ലാണ്ട് റെസിഡൻഷ്യൽ ഹോംസും കൊമേഴ്സ്യൽ ബിൽഡിങ്സും അതിൻ്റെ പ്രൊജക്ട്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ ന്യൂ ഒരു എറ ആയിട്ടാണ് നമ്മളിത് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ബിഗിനിങ് ആയിട്ട്, പ്രീകാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് നമ്മൾ കേരള ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. കേരള ആദ്യം ബിഗിനിങ് നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം പാൻ ഇന്ത്യ ലെവലിലൊക്കെ ചെയ്യാന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദി ലീഡിങ് കമ്പനി ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, ട്രിവാൻഡ്രത്ത് മാത്രമാണോ നമുക്ക് ബ്രാഞ്ച് വരുന്നത്? അല്ല, ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്തുണ്ട്, UK ഒക്കെ NRI എക്സ്പോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് ആക്ച്വലി അവിടെ ഓൺഗോയിങ് പ്രോസസ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. UK നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 3 പ്ലേസസിലാണ് നമ്മളിപ്പം നമ്മുടെ കമ്പനിയുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓഫീസസ് പ്ലേസ് ആക്സസിബിൾ ആയിട്ടുള്ളത് ഇതാണ്. പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഓഫീസ് നമ്പേഴ്സിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൾ കേരള ആക്സസ് ചെയ്യാനുള്ള ഒരു നമ്മുടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഇപ്പം നാസയുടെ ഒരുപാട് പ്രൊജക്ട്സിനെ പറ്റി നമുക്കിന്ന് അറിയാൻ പറ്റി. ഈ ഒരു തിരക്ക് പിടിച്ച് ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ നാസ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഒരുപാട് പുതിയ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കമ്പനി കൂടിയായിരുന്നു നാസ. സോ അടുത്തറിയാം എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.